വിനീഷ്യസിന്റെ കരുത്തിൽ സ്കോട്ട്ലൻഡിനെ തകർത്ത ബ്രസീലിന് 1-ാം സ്ഥാനം. ഹക്കീമിയുടെ ഓൾറൗണ്ട് മികവിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ മൊറോക്കോയ്ക്ക് 2-ാം സ്ഥാനം. സ്കോട്ട്ലൻഡിന് 3-ാം സ്ഥാനവും കാത്തിരിപ്പും ബാക്കി. ലോകകപ്പിലെ എല്ലാ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലും ഗോളടിച്ച 5-ാമത്തെ ബ്രസീലിയൻ താരമായി വിനീഷ്യസ്. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചപ്പോഴൊക്കെ കിരീടം ഉയർത്തിയിട്ടുണ്ട് കാനറിപ്പട. 1970-ൽ ജോഴ്സിഞ്ഞോ, 1994-ൽ റൊമാരിയോ, 2002-ൽ റൊണാൾഡോയും റിവാൾഡോയും. അവരുടെ പാത പിന്തുടരുമോ വിനീഷ്യസ് ജൂനിയർ? ജാൽമ സാന്റോസിന്റെയും പെലെയുടെയും കഫുവിന്റെയും പാത പിന്തുടർന്ന് 4 ലോകകപ്പുകളിൽ കളിക്കുന്ന 4-ാമത്തെ ബ്രസീലിയൻ താരമായി നെയ്മർ. 1982 മുതൽ എല്ലാ ലോകകപ്പിലും 1-ാം സ്ഥാനക്കാരായിട്ടാണ് ബ്രസീൽ ഗ്രൂപ്പ് ഘട്ടം കടന്നിട്ടുള്ളത്. ലോകകപ്പിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആഫ്രിക്കൻ താരമായ അഷ്റഫ് ഹക്കീമി തന്റെ ആദ്യ ലോകകപ്പ് ഗോൾ കണ്ടെത്തിയത് 13-ാം മത്സരത്തിൽ. ഒരു ലോകകപ്പ് മത്സരത്തിൽ ഗോളും അസിസ്റ്റും നേടുന്ന 2-ാമത്തെ മൊറോക്കൻ താരമാണ് അഷ്റഫ് ഹക്കീമി. 1998-ന് ശേഷം ആദ്യത്തേതും. ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യമായിട്ടാണ് ഒരു ആഫ്രിക്കൻ താരം എല്ലാ മത്സരങ്ങളിലും ഗോളടിക്കുന്നത്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച മൊറോക്കൻ താരമെന്ന റെക്കോർഡും ഇസ്മായിൽ സായിബാരിക്ക് സ്വന്തം. ചരിത്രത്തിൽ ആദ്യമായി ഒരു മത്സരത്തിൽ 4 ഗോളടിച്ച മൊറോക്കോ ഏറ്റവും അധികം ലോകകപ്പ് ഗോളുകൾ നേടുന്ന ആഫ്രിക്കൻ ടീമായി മറികടന്നത് നൈജീരിയയെ. ഗ്രൂപ്പ് സിയിൽ നിന്നാവുമോ ഇത്തവണത്തെ ലോക ജേതാക്കൾ? ബ്രസീലിനും മൊറോക്കോയ്ക്കും വിലങ്ങുതടിയാവുന്നത് ആരാകും?